കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ്റെ അമൃതം
താഴ്ത്തിയിടുന്നു. കുരിശിലന്നവൻ കരുണയോടോതി, നീയുമിന്ന് എന്നോടൊപ്പം പറുദീസയിലാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും സഭയുടെ വിവിധ പഠനങ്ങളിലൂടെയും ഒത്തിരിയേറെ കേട്ട് അറിഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ നിത്യസഹായകനാണ്. അതിൻ്റെ പരിശുദ്ധാത്മാവ് നല്ലൊരു അഡ്വക്കറ്റാണ്. പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളിലും നമ്മളെ സഹായിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പുതിയ ഒരു കാഴ്ചപ്പാട് വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് നൽകുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 12 തുടങ്ങിയുള്ള വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെയാണ് നമുക്ക് പരിചയപ്പെടുത്തി തരിക. യഹൂദനും ഗ്രീക്കുകാരും തമ്മിൽ വ്യത്യാസമില്ല. ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ ദൈവം തൻ്റെ സമ്പത്ത് വർഷിക്കുമെന്ന വിശുദ്ധ ലിഖിതം നമ്മെ ഓർമ്മപ്പെടുത്തുക. അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തരുന്ന സമ്പത്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ളവരെ, നാം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഈ ആത്മാവിനെ നമുക്ക് തരുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുക. ചോദിക്കുന്നവർക്ക്, ആഗ്രഹിക്കുന്നവർക്ക്, ഹൃദയം തുറന്ന് വിളിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ഈ സമ്പത്ത് ദൈവം ദാനമായിട്ട് കൊടുക്കുക. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് ദൈവം ഈ സ്വർഗീയ സമ്പത്ത് മനുഷ്യന് നൽകുക? നമുക്കറിയാം, ഭൂമിയിൽ ഭൗതികമായിട്ടുള്ള സമ്പത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അത് നമ്മുടെയും സമൂഹത്തിൻ്റെയും സഭയുടെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഇത് എൻ്റെ കഴിവാണ്, എൻ്റെ നേട്ടമാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് എൻ്റെ ഇഷ്ടം പോലെ ഞാനിത് ചെയ്യും, എൻ്റെ ഇഷ്ടം പോലെ ഞാനിത് പ്രവർത്തിക്കും എന്ന് ചിന്തിച്ച് വെച്ചിരിക്കുക. എന്നാൽ ദൈവം പറയുകയാണ്, ദൈവം നമുക്ക് ദാനമായി തന്നിട്ടുള്ള എല്ലാ കഴിവുകളും, നമ്മുടെ സമ്പത്തും നമ്മുടെ സ്ഥാനമാനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സൗകര്യങ്ങളുമെല്ലാം അത് നമ്മുടെയും സമൂഹത്തിൻ്റെയും ദൈവരാജ്യത്തിൻ്റെയും സഭയുടെയും ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി നാം ഉപയോഗിക്കണമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഭൗതിക സമ്പത്ത് ഈ രാജ്യത്തിൻ്റെയും നമ്മുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്വർഗീയ സമ്പത്തും ഇതുപോലെ ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി നാം ഉപയോഗിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അതുകൊണ്ട് ദൈവം ഓരോ മനുഷ്യനും ഈ സ്വർഗത്തിലെ സമ്പത്ത് നൽകിയിട്ടുണ്ട്. മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, സഭയുടെ വിവിധ കൂദാശകളിലൂടെ നാം എല്ലാവരും ദൈവത്തിൻ്റെ ഈ സമ്പത്ത് സ്വീകരിച്ചിട്ടുള്ളവരാണ്. പക്ഷെ നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നാം ഈ സമ്പത്ത് സ്വീകരിച്ചിട്ട് ഇത് എപ്രകാരമാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. അത് എനിക്ക് തന്നെയോ അല്ലെങ്കിൽ സമൂഹത്തിനോ സഭയ്ക്കോ കൂട്ടായ്മയ്ക്കോ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്ന സമ്പത്ത് വേണ്ട വിധം ഉപയോഗിക്കുന്നതിൽ നാം പരാജയപ്പെട്ട് പോവുകയാണ് പലപ്പോഴും. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷത്തിൽ അതിൻ്റെ 19-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം ഇപ്രകാരം കാണുകയാണ്. ദൂരദേശത്തേക്ക് രാജ്യപദവി സ്വീകരിക്കാൻ പോകുന്ന ഒരു പ്രഭുവിനെക്കുറിച്ച് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, ദൂരദേശത്തേക്ക് പോകുന്ന ഈ പ്രഭു അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരെ അടുത്ത് വിളിച്ച് അവരെ 10 നാണയങ്ങൾ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഇത് ഉപയോഗിക്കണം, നിങ്ങളിത് ക്രയവിക്രയം ചെയ്യണം, അങ്ങനെ ഞാൻ വരുമ്പോൾ ഇത് എന്നെ തിരിച്ചേൽപ്പിക്കണം. പ്രിയമുള്ളവരെ, തുടർന്ന് വരുന്ന സംഭവങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്.
രാജ്യത്തെ പദവി സ്വീകരിച്ച് ഈ പ്രഭു തിരിച്ചു വരുമ്പോൾ തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നാണയങ്ങൾ പ്രിയമുള്ളവരെ ഒരുവൻ ഒന്നാമൻ കൊണ്ടുപോയി അവൻ്റെ പക്കൽ സമർപ്പിക്കുക. അവൻ ഇപ്രകാരം യജമാനോട് പറയുകയാണ്, യജമാനനെ, നീ തന്നിരിക്കുന്ന ഈ സമ്പത്ത് ഞാൻ 10 കൂടി നേടിയിരിക്കുകയാണ്. യജമാനൻ അവനെ നോക്കി പറയുകയാണ്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, നീ 10 നഗരങ്ങളുടെ കാവൽക്കാരനായിട്ടിരിക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെ രണ്ടാമനും രാജാവിൻ്റെ സന്നിൽ വന്ന് പറഞ്ഞ് കടന്നു പോവുകയാണ്. എന്നാൽ മൂന്നാമനെക്കുറിച്ച് ദൈവവചനത്തിൽ നാം കാണുന്നത്, അവൻ തന്നെ ഏൽപ്പിച്ച ഈ സമ്പത്ത് മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടതായിട്ടാണ്. മണ്ണിനടിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ട് ഈ സമ്പത്ത് അവൻ യജമാനന് തിരിച്ചേൽപ്പിക്കുമ്പോൾ അവൻ യജമാനനോട് ഇപ്രകാരം പറയുകയാണ്, ഈ യജമാനനെ, നീ ഒരു കർക്കശക്കാരനാണെന്ന് എനിക്കറിയാം, നീ വിതയ്ക്കാത്തത് കൊയ്യുന്നവനാണെന്ന് എനിക്കറിയാം, നീ വയ്ക്കാത്തടുത്തുനിന്ന് എടുക്കുന്നവനാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിന്നെ ഭയമായിരുന്നു. അതുകൊണ്ട് നീ തന്ന സമ്പത്ത് ഞാൻ മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടിരിക്കുകയും അതുകൊണ്ട് നിൻ്റെ സമ്പത്ത് നീ തന്നെ എടുത്തുകൊള്ളുക. പ്രിയമുള്ളവരെ, ഈ സമ്പത്ത് തിരിച്ചു കൊടുക്കുന്ന ഈ ഭൃത്തിനെക്കുറിച്ച് യജമാനൻ പറയുന്ന വാക്ക് ഇങ്ങനെയാണ്. ആ യജമാനൻ ആ ഭൃത്തിനെ വിളിക്കുന്നത് ദുഷ്ടനായ ഭൃത്യ എന്നാണ്. ദുഷ്ടനായ ഭൃത്യ, ഞാൻ നിന്നെ ഏൽപ്പിച്ച ഈ സമ്പത്ത് യഥാസമയത്ത് അത് പണമിടപാടുകാരുടെ കയ്യിൽ കൊടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ പലിശയെങ്കിലും കിട്ടുമായിരുന്നല്ലോ എന്ന് യജമാനൻ അവനെ കുറ്റപ്പെടുത്തിയ. അതുകൊണ്ട് അവനെ പിടിച്ചു കെട്ടി കാരാഗൃഹത്തിൽ അടയ്ക്കുവാനായിട്ട് യജമാനൻ കൽപ്പന പുറപ്പെടുവിക്കുക. പ്രിയമുള്ളവരെ, ഒരു ഭൗതിക സമ്പത്ത് യജമാനൻ ഇപ്രകാരം ഏൽപ്പിച്ചിട്ട് അതിനോട് ഉത്തരവാദിത്വം കാണിക്കാത്ത ഒരു ദാസനെ ആ യജമാനൻ ഇപ്രകാരം കാരാഗൃഹത്തിൽ അടച്ചുവെങ്കിൽ ദൈവത്തിൻ്റെ സ്വർഗീയ സമ്പത്തായ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഞാനും നീയും ആ സമ്പത്ത് യഥാസമയത്ത് അത് സഹോദരങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഞാനും നീയും എത്രയോ അധികമായിട്ട് ശിക്ഷാവിധിക്ക് കാരണക്കാരനായിട്ട് തീരും. ഇപ്പോൾ ഞാനൊരു സംഭവം ഓർത്ത് പോവുകയാണ്. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയത്തിനടുത്ത് ഒരു സ്ഥലത്ത് ഒരു കടയുടെ തിണ്ണയിൽ ഒരു ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ, ആ ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്ന മനുഷ്യൻ ആ കടയുടെ തിണ്ണയിൽ കിടന്ന് മരിക്കാനിടയായി. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ബോഡിക്ക് പ്രത്യേകം അവകാശികളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ബോഡി മുനിസിപ്പാലിറ്റിക്കാർ വന്ന് എടുത്തുകൊണ്ട് പോകാനായിട്ട് കാരണമായി. ഇപ്രകാരം ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ബോഡി എടുക്കാനായിട്ട് വന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് അദ്ദേഹം തലയണയാക്കി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പാണ്ടക്കെട്ടുണ്ട്. ഈ പാണ്ടക്കെട്ട് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം അഴിച്ചു. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നപ്പോൾ അത് അഴിച്ചു. കാരണം ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. പ്രിയമുള്ളവരെ, ഈ പാണ്ടക്കെട്ട് അഴിച്ച ഉദ്യോഗസ്ഥന്മാരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. കാരണം ഈ പാണ്ടക്കെട്ടിൻ്റെ ഉള്ളിൽ 10-20 വർഷം മുമ്പ് മലയാള മനോരമയിൽ വന്ന വാർത്തയാണ്, ഈ പാണ്ടക്കെട്ടിൻ്റെ ഉള്ളിൽ ഏകദേശം 1 ലക്ഷത്തി ചില്ലുവാനും രൂപ ഉണ്ടായിരുന്നു. ഈ 1 ലക്ഷത്തി ചില്ലുവാനും രൂപ വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ അടുക്കി വെച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് ഇത് പലതും ഒന്ന് വേർപെടുത്തി എടുക്കുവാനായിട്ട് സാധിച്ചില്ല. ഇത് പലതും ഉപയോഗശൂന്യമായി തീർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. പ്രിയമുള്ളവരെ, നോക്കുക, 1 ലക്ഷത്തി ചില്ലുവാനും രൂപ, ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പ് 1,20,000 ചില്ലുവാനും രൂപയ്ക്ക് വലിയ വിലയുണ്ട്. ഈ 1 ലക്ഷത്തി ചില്ലുവാനും രൂപ തലയ്ക്കം ഭാഗത്ത് വെച്ചുകൊണ്ട് വെറും ഭിക്ഷ യാചിച്ച് നടക്കാൻ വിധിക്കപ്പെട്ട ഈ ഭിക്ഷക്കാരൻ. പ്രിയമുള്ളവരെ, നോക്കുക, ഒരു പക്ഷേ ഈ ഭിക്ഷക്കാരനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളും വിചാരിക്കും ഇദ്ദേഹം ഒരു പോഷനാണല്ലോ എന്ന്. പക്ഷേ അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെ എത്രയോ പോഷൻ എന്ന് വിളിക്കും. കാരണം നാം ഓരോ ധ്യാനത്തിലും, ഓരോ പ്രാർത്ഥനയിലും, ഓരോ കൂട്ടായ്മയിലും നമ്മൾ പ്രാർത്ഥിച്ചില്ലേ, തന്നാലും നാഥ ആത്മാവിനെ എന്ന്. നാം ചോദിച്ചപ്പോഴൊക്കെ ദൈവം ഈ ആത്മാവിനെ അളവില്ലാതെ നമുക്ക് തന്നു. എന്നിട്ടും ഇതിനെ വേണ്ട രീതിയിൽ നാം പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ നാം ഈ ഭിക്ഷക്കാരനേക്കാൾ എത്രയോ അധംപതിച്ച് പോയവരാണ് എന്ന സത്യം നാം
തിരിച്ചറിയണം. വീണ്ടും ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, പഴയ നിയമകാലത്ത് പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും പകരപ്പെട്ടിരുന്നില്ല എന്നുള്ള ഒരു സത്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ഉദാഹരണത്തിന് ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 5 തുടങ്ങിയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. സാംസൺ അദ്ദേഹം തൻ്റെ മാതാപിതാക്കളോട് കൂടി നിമ്നായിലെ ഒരു മുന്തിരിത്തോട്ടത്തിലൂടെ പ്രവേശിക്കുകയും അങ്ങനെ മുന്തിരിത്തോട്ടത്തിലൂടെ സാംസണും മാതാപിതാക്കളും നടന്നു പോകുന്ന സമയത്ത് ഒരു സിംഹക്കുട്ടി അദ്ദേഹത്തിൻ്റെ നേരെ അലറി പാഞ്ഞ് വരികയാണ്. നമുക്കറിയാം ഒരു സിംഹക്കുട്ടി എന്തിനാണ് സാംസൻ്റെ നേരെ അലറി പാഞ്ഞു വന്നതെന്ന്. ഏതായാലും അദ്ദേഹത്തോട് സ്നേഹങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നതല്ല. ഏതായാലും അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് സിംഹക്കുട്ടി വന്നത്. എന്നാൽ ആ സമയത്ത് ഒരു വലിയ സംഭവം ഉണ്ടാവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ആ സമയത്ത് സാംസന്റെ മേൽ ഇറങ്ങി വന്ന് സാംസനെ ശക്തിപ്പെടുത്തുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുകയാണ്, കാണുകയാണ്. പ്രിയമുള്ളവരെ, ആ സമയത്ത് ശക്തമായി സാംസന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരികയും ഒരു ആട്ടിൻകുഞ്ഞിനെ തൂക്കിയെടുക്കുന്ന ലാഘവത്തോടെ സാംസൺ ഈ സിംഹത്തെ എടുത്ത് പിച്ച് ചീന്തി കളഞ്ഞുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുകയാണ്. നോക്കുക, തൻ്റെ ദാസൻ ഒരു പ്രത്യേക അപകട അവസ്ഥയിൽ പെട്ടപ്പോൾ ആ സമയത്ത് ദൈവം തൻ്റെ ശക്തമായ ഇടപെടൽ തൻ്റെ ആത്മാവിനെ അയച്ചുകൊണ്ട് അവനെ ആ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷിക്കുന്നത് നമ്മൾ കാണുകയാണ്. ഇവിടെ സാംസന് ആ സമയത്ത് പ്രത്യേകമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകരപ്പെടുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയെ നമ്മൾ വിശുദ്ധത്തിൽ കാണുകയാണ്. മോശ എന്ന പ്രവാചകനെ നമ്മൾ കാണുകയാണ്. കിലോമീറ്ററുകൾ പരന്ന് പന്തലിച്ച് മണലാരണ്യത്തിൽ കടക്കുന്ന ഇസ്രായേൽ ജനത്തെ പ്രിയമുള്ളവരെ എങ്ങനെയാണ് മോശ ദൈവത്തിൻ്റെ വചനമൊക്കെ അറിയിച്ചു കൊണ്ടിരുന്നത്? ഇന്നത്തതുപോലെ നമുക്ക് മൈക്ക് സെറ്റുകളോ അല്ലെങ്കിൽ ബോക്സുകളോ ഒന്നും മരുഭൂമിയിൽ ആരും സ്ഥാപിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഇന്നത്തതുപോലെ മൊബൈൽ ഫോണോ മറ്റ് സംവിധാനങ്ങളോ അന്നുണ്ടായിരുന്നില്ല. ഇങ്ങേ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്തേക്ക് വിളിച്ചു ചോദിച്ച് നിങ്ങൾ എവിടം വരെ എത്തി, കാര്യങ്ങൾ എങ്ങനെ പോകുന്നുവെന്ന് ചോദിക്കുവാൻ പ്രിയമുള്ളവരെ അന്ന് മറ്റു സംവിധാനങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യനായ മോശ ദൈവത്തിൻ്റെ വചനങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളുമെല്ലാം ഈ നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന ഇസ്രായേൽ ജനത്തെ അറിയിച്ചു കൊണ്ടിരുന്നത്? അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടിമുഴക്കം പോലെ മോശയുടെ മേൽ വ്യാപരിച്ചുകൊണ്ട് അവൻ്റെ ശബ്ദത്തെ ഗാംഭീര്യമുള്ളതാക്കി ഈ ജനത്തിൻ്റെ കർണപുടങ്ങളിലേക്ക് എത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, പഴയ നിയമ കാലഘട്ടത്തിൽ ചില പ്രത്യേക കാര്യം ചെയ്യുന്നതിന് വേണ്ടി ചില പ്രത്യേക വ്യക്തികളെ ദൈവം തൻ്റെ സമ്പത്താകുന്ന പരിശുദ്ധാത്മാവ് കൊണ്ട് അനുഗ്രഹിച്ചിരുന്നുവെങ്കിൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ പ്രിയമുള്ളവരെ സംഭവം ആകപ്പാടെ മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 തുടങ്ങിയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ നാം ഇപ്രകാരം കാണുകയാണ്. തിരുനാളിന് ശേഷം യേശു ദേവാലയത്തിൽ എഴുന്നേറ്റ് നിന്നു. തിരുനാളിന് ശേഷം യേശു ദേവാലയത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് യേശു ഇപ്രകാരം പ്രസംഗിക്കുകയാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ, യേശു പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവി ഞാൻ അവൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുക്കിക്കൊടുക്കാം. യേശു പറയുകയാണ്, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? നിനക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി, നിനക്ക് ദൈവത്തിൻ്റെ സമ്പത്തിന് വേണ്ടിയുള്ള ദാഹമുണ്ടോ? ഉണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ. എൻ്റെ അടുത്തേക്ക് വരുന്നവൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ അരുവി പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഒഴുക്കിക്കൊടുക്കാമെന്ന് ഈശോ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ഞാനും നീയും വിളിച്ചപേക്ഷിക്കേണ്ട താമസമേയുള്ളൂ, ചോദിക്കേണ്ട താമസമേയുള്ളൂ. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അളവില്ലാതെ നമ്മുടെ മേൽ വർഷിക്കും.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം അളവില്ലാതെ നമ്മുടെ മേൽ വർഷിക്കും. ഈ പരിശുദ്ധാത്മാവിനെ നാം സ്വീകരിച്ച് അത് സഭയെ പടുത്തുയർത്തുവാൻ, കൂട്ടായ്മയെ പടുത്തുയർത്തുവാൻ, സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ തക്ക രീതിയിൽ പ്രിയമുള്ളവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നതിന് പ്രത്യേകിച്ച് നമ്മുടെ സമ്പത്തോ നമ്മുടെ ഡിഗ്രിയോ നമ്മുടെ സ്ഥാനമാനങ്ങളോ ഒന്നും പ്രശ്നമല്ല എന്ന് ഈശോ പറയുക. ഇതൊന്നും പ്രശ്നമല്ല. പിന്നെയോ ഹൃദയം തുറന്ന് ചോദിക്കണം. അത് ക്രിസ്ത്യാനിയുടെ മേലോ ഹിന്ദുവിൻ്റെ മേലോ മുസ്ലിമിൻ്റെ മേലോ ആരുടെ മേൽ വേണമെങ്കിലും ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. കൊർന്നേലിയോസ് എന്ന് പറയുന്ന ഒരു ശതാധിപൻ്റെ ഭവനത്തിൽ പ്രിയമുള്ളവരെ, അവിടെ അനേകർ പത്രോസ്ലീഹായുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ക്രിസ്ത്യാനികളല്ല കൂടിയിരിക്കുന്നത്, വിജാതീയരായ മക്കളാണ് അവിടെ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുക. പത്രോസ്ലീഹ അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം തൻ്റെ സമ്പത്ത് അവരുടെ മേൽ വർഷിക്കുകയാണ്. ദൈവം തൻ്റെ സമ്പത്ത് അവരുടെ മേൽ വർഷിക്കുകയാണ്. അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ സമ്പത്ത് കൊണ്ട് നിറഞ്ഞിട്ട് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങിയെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തി വയ്ക്കുകയാണ്. ഇങ്ങനെ മതസ്ഥരായിട്ടുള്ള ആളുകൾ ദൈവത്തിൻ്റെ സമ്പത്ത് സ്വീകരിച്ച് ദൈവത്തിൻ്റെ വരദാനങ്ങൾ കൊണ്ട് നിറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, പത്രോസിനോട് കൂടെയുള്ള മറ്റ് യഹൂദന്മാരെ പത്രോസ്ലീഹായെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അങ്ങനെ തന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഈ യഹൂദരോട് അല്ലെങ്കിൽ ശിഷ്യ സമൂഹത്തോട് പത്രോസ്ലീഹ പറയുന്ന ഒരു കാര്യമുണ്ട്. മുൻപ് നമ്മൾ ദൈവത്തെ അറിയാത്തവരായിട്ട് ജീവിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പണ്ട് ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞ അതേ ദാനം, അതേ കൃപ, അതേ സമ്പത്ത് ദൈവം മറ്റുള്ളവരുടെ മേലും വർഷിച്ചുവെങ്കിൽ ഈ ദൈവത്തെ തടസ്സപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ദൈവത്തെ നിരുത്സാഹപ്പെടുത്തുവാൻ ഞാൻ ആരാണ് എന്ന് അദ്ദേഹം ആ സമൂഹത്തോട് ചോദിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ഈ സമ്പത്ത് സ്വീകരിക്കുവാൻ നമ്മുടെ സ്ഥാനമാനങ്ങളോ നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ കുടുംബ മഹിമയോ ഒന്നും അതിന് മാനദണ്ഡമല്ല. മറിച്ച് വിശുദ്ധിയുള്ള ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആരെല്ലാം ദാഹിക്കുന്നുവോ, ആരെല്ലാം ചോദിക്കുന്നുവോ അവർക്കെല്ലാം ഈ പരിശുദ്ധാത്മാവാകുന്ന സമ്പത്ത് ദൈവം കൊടുക്കുക. എങ്ങനെയാണ് ദൈവം ഈ സമ്പത്തിനെ കൊടുക്കുക? അളന്നും തൂക്കിയുമല്ല ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. പിന്നെയോ അവൻ അമർത്തി കുലുക്കി നിറച്ച് അളന്ന് മടിയിൽ ഇട്ടു തരുമെന്നാണ് ഈശോ പറഞ്ഞത്. അമർത്തി കുലുക്കി നിറച്ചളർന്ന് മടിയിൽ ഇട്ടു തരികയാണ്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നാം ഈ പരിശുദ്ധാത്മാവാകുന്ന സമ്പത്തിനെ സ്വീകരിച്ച് അത് സഭയുടെയും കൂട്ടായ്മയുടെയും ഒക്കെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ആക്കി തീർക്കണം. നമുക്കറിയാം 3 കാലഘട്ടമാണ് ഉള്ളത്. ഒന്ന് പിതാവായ ദൈവത്തിൻ്റെ കാലഘട്ടം, പിതാവായ ദൈവം സംസാരിച്ചിരുന്ന കാലഘട്ടം. അതിനുശേഷം ദൈവം മനുഷ്യ രൂപമെടുത്ത് ഭൂമിയിൽ വന്ന് മനുഷ്യനോട് കൂടെ വസിച്ചുകൊണ്ട് അവനോട് സംസാരിച്ച കാലഘട്ടം. 3 ദൈവം തൻ്റെ ആത്മാവിനെ വർഷിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരോടും സംസാരിച്ച കാലഘട്ടം. ഈ 3ാമത്തെ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദര സഹോദരി, ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഓരോ കൂട്ടായ്മയിലൂടെ നമ്മൾ സ്വീകരിച്ചാൽ മാത്രം പോരാ. ആ പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി, കൂട്ടായ്മയിൽ പങ്കുവയ്ക്കുന്നവരായി, സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ നാം പരിശ്രമിക്കണം. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്.
eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ വാമൃതം